ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെത്തിയ 6 വൈൽഡ് കാർഡ് എൻട്രികളിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്നു അവതാരകനും ഡിജെയുമെല്ലാമായ സിബിൻ ബെഞ്ചമിൻ. എന്നാൽ സഹമത്സരാർത്ഥി ജാസ്മിനുമായുള്ള തർക്കത്തിനു ശേഷം ആകെ തകർന്ന സിബിൻ പെട്ടെന്നൊരു ദിവസം ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു പോവുകയായിരുന്നു. പുറത്തു വന്ന ശേഷം ഗുരുതര ആരോപണങ്ങളാണ് ബി അണിയറ പ്രവർത്തകർക്കും ചാനലിനുമെതിരെ സിബിൻ ഉന്നയിച്ചത്. കഴിക്കാൻ പാടില്ലാത്ത ഗുളികകൾ തനിക്ക് കഴിക്കാനായി ബി ടീം തന്നുവെന്നും സിബിൻ ആരോപിച്ചിരുന്നു. ഇപ്പോഴിതാ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ തന്നോട് ചെയ്ത കാര്യങ്ങൾ ആദ്യമായി സിബിൻ വെളിപ്പെടുത്തുകയാണ്. ജിഞ്ചർ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സിബിൻ. സിബിൻ കുറച്ച് വയലൻ്റാണെന്ന് തനിക്ക് ബി ക്രൂവിൽ നിന്നും ആദ്യം കിട്ടിയ വിവരമെന്നും ആര്യയും പറയുന്നു. സിബിന് സ്കീസോഫ്രീനിയയുടെ ഹിസ്റ്ററിയുണ്ടോ എന്നാണ് ചോദിച്ചത്. സിബിൻ കുറച്ച് വയലൻ്റാണ്. ഇങ്ങനെയൊക്കെ മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ? സിബിന് മെൻ്റൽ പ്രശ്നമുണ്ടോ എന്നൊക്കെയാണ് അവർ എന്നോട് ചോദിച്ചത്. എൻ്റെ അറിവിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് ഞാൻ മറുപടി കൊടുത്തു. സിബിൻ്റെ സഹോദരനോടും പാരൻസിനോടുമെല്ലാം ശേഷം ഞാൻ വിളിച്ച് വിശദമായി അന്വേഷിച്ചു. അവർക്കും യാതൊരു അറിവുമില്ല. എല്ലാവരും പേടിച്ചു. അവർ പറയുന്നത് കേട്ടപ്പോൾ മണിച്ചിത്രത്താഴി ശോഭന ബുക്ക് വലിച്ചെറിഞ്ഞ് ഓടുന്ന രംഗങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത്. സിബിനും അങ്ങനൊരു അവസ്ഥയിലാകും എന്നാണ് കരുതിയത്. മാത്രമല്ല സിബിൻ കുക്കറെടുത്ത് തലയ്ക്കടിക്കാൻ നോക്കി. സിബിനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല, ആരെങ്കിലും കൂട്ടാൻ വരണം എന്നെല്ലാം അവിടുത്തെ ഒഫീഷ്യൽസ് എന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നൈയിലേക്ക് പോയി. എയർപോർട്ടിൽ കാത്തിരുന്നു. സിബിനെ എയർപോർട്ടിൽ കൊണ്ടുവരാമെന്നാണ് അവർ പറഞ്ഞത്. വളരെ ദുർബലനായ ഒരു സിബിനെ കാത്താണ് ഞാൻ എയർപോർട്ടിലിരുന്നത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും നേരെ ഓപ്പോസിറ്റായി വളരെ ഹാപ്പിയായി വരുന്ന സിബിനെയാണ് ഞാൻ കണ്ടത്. സിബിനെക്കുറിച്ച് അവർ പറഞ്ഞതെല്ലാം വെറും കഥയാണ്. ബി ടീം കൊടുത്ത ഗുളികയൊന്നും സിബിൻ കഴിച്ചില്ല. അതിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഗുളിക കഴിച്ച് ക്ഷീണിച്ച് അവശനായി തിരികെ പോകുന്ന സിബിനെയാണ് ചാനൽ ക്രൂ പ്രതീക്ഷിച്ചത്. സിബിൻ മീഡിയയ്ക്ക് മുന്നിൽ വാ തുറക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും ചാനൽ ക്രൂവിനെ അംഗം പറഞ്ഞുവെന്നും ആര്യ പറഞ്ഞു.